ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ തകർപ്പൻ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 1-4 ഗോളുകൾക്കാണ് റയൽ സോസിഡാഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർണോൾഡിന്റെ അസിസ്റ്റിൽ നിന്നും ഗോൺസാലോ ഗാർഷ്യ ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ 21-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ റയൽ സോസിഡാഡ് തിരിച്ചടിച്ചു. എന്നാൽ 25-ാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായിക്കൊണ്ട് ലഭിച്ച പെനാൽറ്റി വിനീഷ്യസ് ജൂനിയർ ഗോളാക്കി മാറ്റി. പിന്നീട് 31-ാമത്തെ മിനിറ്റിൽ ഫെഡെ വാൽവെർദെ ഒരു ഗോൾ നേടി. കരേരസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയത്. പിന്നീട് 48-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിക്കുന്നു, അതും വിനീഷ്യസ് ജൂനിയർ ഗോളാക്കി മാറ്റുന്നു. ഇങ്ങനെ മത്സരത്തിന്റെ ആദ്യ 50 മിനിറ്റിനുള്ളിൽ തന്നെ 4 ഗോളുകൾ നേടിക്കൊണ്ട് റയൽ മാഡ്രിഡ് വിജയം ഉറപ്പാക്കുകയായിരുന്നു. പോയിന്റ് പട്ടികയിൽ റയൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ബാഴ്സയേക്കാൾ ഒരു മത്സരം കൂടുതൽ കളിച്ച റയൽ 60 പോയിന്റോടെ 1-ാമതാണ്. 58 പോയിന്റാണ് ബാഴ്സലോണക്കുള്ളത്. ഏതായാലും ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയതോടുകൂടി നെയ്മർ ജൂനിയറെ മറികടക്കാൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ലാലിഗയിൽ നേടിയ ഗോളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ നെയ്മറെ മറികടന്നിട്ടുള്ളത്. 69 ഗോളുകൾ ലാലിഗയിൽ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 229 മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് 69 ഗോളുകൾ വിനി നേടിയിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ലാലിഗയിൽ 68 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. കേവലം 123 മത്സരങ്ങൾ കളിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ 68 ഗോളുകൾ നേടിയിട്ടുള്ളത്. എന്നാൽ നെയ്മറെ മറികടക്കാൻ 229 മത്സരങ്ങൾ വിനീഷ്യസ് ജൂനിയർക്ക് ലാലിഗയിൽ ആവശ്യമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 69 ഗോളുകൾ വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിജയം റയലിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്തത് ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. പ്ലേ ഓഫിൽ ബെൻഫിക്കയാണ് റയലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.